Black holes are the most powerful ഡാ and ജിനു, unknown things in the എന്തുണ്ട് വിശേഷം? നീയോ സുഖം തന്നെയാടാ. ഈ ഏരിയയായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. വീഡിയോ ഇടാൻ ഒരു മൂഡില്ല, അതുകൊണ്ടാ ഇത്രയും ഡിലേ ആവുന്നത്. ചുമ്മാ നിന്നെ കാണാൻ വന്നതാ. എടാ, പിന്നെ പണ്ട് വിക്ഷേപിച്ച ഒരു ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഇല്ലേ, അതിന്റെ വിവരം വല്ലതും ഉണ്ടോ? പണ്ട് കുറെ കളർ ഫോട്ടോ അയച്ചല്ലാണ്ട് പിന്നെ ഒന്നും കേട്ടിട്ടില്ലല്ലോ. പിന്നെ കഴിഞ്ഞ വർഷം എന്തോരം ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നെ. ആണോ? ബിഗ് ബാങ്ങിന് ശേഷം ഏകദേശം 500-800 മില്യൺ വർഷങ്ങൾക്ക് ശേഷം രൂപം കൊണ്ട 6 ഗാലക്സികളുടെ ഈ ചിത്രം കഴിഞ്ഞ വർഷമാണ് നമുക്ക് അയച്ചു തന്നെ. ഞാൻ കേട്ടിട്ടുണ്ട്. സയന്റിസ്റ്റുകൾ അതിന്റെ ഫോട്ടോ കണ്ട് ഞെട്ടിയെന്നാ മറ്റോ ഞാൻ ന്യൂസിലോ വീഡിയോയിലോ മറ്റോ കണ്ടായിരുന്നു. അതെ, മിൽക്കി വേയുടെ അത്രയും തന്നെ നക്ഷത്രങ്ങളുള്ള ഗാലക്സികളാണെന്നാ ശാസ്ത്രജ്ഞർ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. അതിനെന്താ ഇത്ര ഞെട്ടാൻ? ആ നമ്മുടെ ഇപ്പോൾ ഉള്ള ഗാലക്സികളുടെ എവല്യൂഷൻ തിയറി പ്രകാരം അത്രയും നക്ഷത്രങ്ങളുള്ള ഗാലക്സികൾ അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റിയുള്ള തിയറികളൊക്കെ തെറ്റിയാ. ഞാൻ പണ്ട് പറയാറില്ല ബിഗ് ബാങ് ഒക്കെ തെറ്റായിരുന്നു എന്ന്. അത്രയും പോണ്ട. ബിഗ് ബാങ് തെറ്റാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിലുണ്ടായ തിയറി ഒന്നും അല്ലല്ലോ ബിഗ് ബാങ്. പിന്നെ ഇത്രയും വലിയ ഗാലക്സികളൊക്കെ എങ്ങനെ വന്നു? പറയാം. സയന്റിസ്റ്റുകൾ പിന്നെ സിമുലേഷൻ വെച്ച് നടത്തിയ ടെസ്റ്റുകൾ പ്രകാരം ആ ഗാലക്സികൾ അത്രയും സ്റ്റാറുകളൊന്നും ഇല്ലെന്നാണ് അവർ കണ്ടെത്തിയത്. ഒരുപക്ഷെ നക്ഷത്രങ്ങൾ ഉണ്ടാകാനുള്ള ഡസ്റ്റുകൾ കാരണമായിരിക്കും ആ ഗാലക്സികൾക്ക് അത്രയും ഗ്ലോ. ഏതായാലും പഠനം തുടരുകയാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തത് ഇതിൽ രസമാണ്. നിനക്ക് നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് അറിയാലോ. കേട്ടിട്ടുണ്ട് ബിഗ് ബാങ്ങിന് ശേഷം പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഗാലക്സികളും നക്ഷത്രങ്ങളും തമ്മിൽ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണെന്നും കുറെ കാലത്തിന് ശേഷം നമ്മുടെ ആകാശത്ത് ഗാലക്സികളോ നക്ഷത്രങ്ങളോ ഒന്നും കാണാൻ പറ്റില്ലെന്നും ഞാനിവിടെ വായിച്ചായിട്ട് ഓർക്കുന്നു. അതെ അതെ, കോസ്മിക് ഈവന്റ് ഹൊറൈസൺ പിന്നിട്ടാ പിന്നെ ആ ലൈറ്റ് റേസ് നമ്മളിൽ എത്തുകയില്ല. ആണോ? കാരണം കോസ്മിക് ഈവന്റ് ഹൊറൈസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് സ്പേസിന്റെ എക്സ്പാൻഷന്റെ സ്പീഡ് ലൈറ്റിന്റെ സ്പീഡുമായിട്ട് ഈക്വൽ ആയിരിക്കും. അത് കാരണം അത് കഴിഞ്ഞ് വരുന്ന ഒരു പ്രകാശവും നമ്മളിൽ എത്തുകയില്ല. അതുകൊണ്ടാണ് അത് കഴിഞ്ഞുള്ള ഒരു വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയുന്നത്. ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്താ കണ്ടെത്തിയത്? ഇതുവരെ പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ റേറ്റ് കണ്ടെത്താൻ 2 പ്രധാന മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. ഒന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്ലാങ്ക് സാറ്റലൈറ്റും പിന്നൊന്ന് ഹബിൾ സ്പേസ് ടെലസ്കോപ്പും. പ്ലാങ്ക് സാറ്റലൈറ്റ് ഉപയോഗിച്ച് കണ്ടെത്തിയത് സ്പേസിന്റെ എക്സ്പാൻഷൻ റേറ്റ് 67 km/s/മെഗാ പാർസെക് എന്നായിരുന്നു. എന്തോന്ന് മെഗാ പാർസെക്കാ? കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ കിലോമീറ്റർ പെർ സെക്കൻഡ് പെർ മെഗാ പാർസെക്? നീ ലൈറ്റ് ഇയർ ഒന്ന് കേട്ടിട്ടുണ്ടോ? അതറിയാം, ലൈറ്റ് ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമല്ലേ. അതെ, അതുപോലെ അതിലും ദൂരമുള്ള വസ്തുക്കളെ അളക്കാനുള്ള ഒരു മാർഗമാണ് പാർസെക്കും മെഗാ പാർസെക്കും. ഒരു പാർസെക്ക് എന്നത് 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ്. ഒരു മെഗാ പാർസെക് എന്നത് 1 മില്യൺ പാർസെക്കും, അതായത് 3.26 മില്യൺ ലൈറ്റ് ഇയേഴ്സ്. എന്താണ് കിലോമീറ്റർ പെർ സെക്കൻഡ് പെർ മെഗാ പാർസെക്? സ്പേസിന്റെ എക്സ്പാൻഷൻ നടക്കുന്ന റേറ്റ് കിലോമീറ്റർ പെർ സെക്കൻഡ് പെർ മെഗാ പാർസെക് എന്ന യൂണിറ്റാണ് പറയുക. അതായത് ഒരു മെഗാ പാർസെക് ദൂരത്തിൽ നിൽക്കുന്ന വസ്തുക്കൾ എത്ര കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് അകലുന്നത് എന്ന് അറിയാനാണ് ഈ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഈ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന്റെ കാര്യം പറ. ESAയുടെ പ്ലാങ്ക് സാറ്റലൈറ്റ് പ്രകാരം പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ സ്പീഡ് 68 km/s പെർ മെഗാ പാർസെക് ആയിരുന്നു. എന്നാൽ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പ്രകാരം അത് 73 km/s പെർ മെഗാ പാർസെക് ആണ്. അപ്പൊ 2 റേറ്റ് ഉണ്ടാ? അറിയില്ല. ശാസ്ത്രജ്ഞർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഹബിളിന് അത് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന സെഫീഡ് സ്റ്റാർസും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന മറ്റ് സ്റ്റാർസും തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നതെന്നാണ്. അപ്പൊ നമ്മുടെ JWST പ്രകാരം എന്താണ് റേറ്റ്? 74 km/s പെർ മെഗാ പാർസെക്. ബെസ്റ്റ്. ഏതായാലും JWST ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ, കുറെ കൂടി പഠനങ്ങൾ നടത്തട്ടെ, അപ്പോൾ നമുക്ക് വ്യക്തത വരുമെന്ന് വിചാരിക്കാം. അതെ, ഇനി ഏതായാലും സമയം കിടക്കുമല്ലേ. പിന്നെ 2 പഴയ ബ്ലാക്ക് ഹോൾസിനെ കണ്ടെത്തതും ഈ കഴിഞ്ഞ വർഷത്തിലായിരുന്നു. പഴയതെന്ന് പറയുമ്പോൾ ആദ്യം ഈ കഴിഞ്ഞ ഏപ്രിൽ ബിഗ് ബാങ്ങിന് ശേഷം 570 മില്യൺ വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഒരു ബ്ലാക്ക് ഹോൾ ആണ് കണ്ടെത്തിയത്. സൂര്യന്റെ 10 മില്യൺ മടങ്ങ് വലിപ്പം അതിനുണ്ട്. വളരെ വലുതാണല്ലേ. ഇപ്പോഴത്തെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾക്ക് 1 ബില്യൺ ടൈംസ് വലിപ്പമുണ്ട്. അപ്പൊ ചെറുതാ. അതെ. പക്ഷെ ഈ ഡിസംബറിൽ 450 മില്യൺ വർഷങ്ങൾക്ക് ഇപ്പുറം ഉണ്ടായ ഒരു ബ്ലാക്ക് ഹോൾ അത് കണ്ടെത്തിയിരുന്നു. അപ്പൊ ഏറ്റവും പഴക്കമുള്ള ബ്ലാക്ക് ഹോൾ അല്ലേ. എത്ര വലിപ്പമുണ്ട്? ഇതുവരെ കണ്ടെത്തിയില്ല. അതിന്റെ വലിപ്പം 1.6 മില്യൺ ടൈംസ് ആയിരുന്നു. അതിലും ചെറുതാണല്ലേ. അപ്പൊ ബിഗ് ബാങ്ങിന് ശേഷം ഉടനെ ഉണ്ടായതുകൊണ്ടായിരിക്കും അത്രയും ചെറുതായിരിക്കുന്നത്. ചില തിയറികൾ പ്രകാരം ബിഗ് ബാങ്ങിന് തൊട്ട് ശേഷമോ അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടാകാൻ തൊട്ട് മുമ്പോ ബ്ലാക്ക് ഹോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. JWST പഠനം നടത്തട്ടെ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇനി ജീവൻ കൂടി കണ്ടെത്തിയ സംഗതി കളറായി. അതിലേക്കുള്ള വഴി തുറന്നിട്ടുണ്ട്. പറ കേക്കട്ടെ. 2 കണ്ടെത്തലാണ് പ്രധാനമായിട്ട് നടത്തിയത്. ഒന്ന്, K218b എന്ന എക്സോ പ്ലാനറ്റിൽ മീഥേൻ, ഹൈഡ്രജൻ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് പല പ്ലാനറ്റുകൾ നമ്മൾ ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ളതല്ലേ. ഇതിന് ഇത്ര പതുമ ഒന്നും കൂടിയുണ്ട്. അവിടെ ഇതുകൂടാതെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ഡൈമീഥൈൽ സൾഫേറ്റിന്റെ പ്രസൻസും JWST കണ്ടെത്തി. അതിനെന്താ ഇത്ര പ്രത്യേകത? ഭൂമിയിൽ ഇതുണ്ടാക്കുന്നത് ഓഷനിലുള്ള മൈക്രോസ്കോപ്പിക് ആൽഗകളാണ്. അപ്പോൾ അവിടെ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ. അതെ. അതുകൂടാണ്ട്
12 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള യൂണിവേഴ്സിനെ പറ്റി പഠിച്ചപ്പോൾ അവിടെ നമ്മുടെ എണ്ണയിലും കൽക്കരിയിലും കാണുന്ന കാർബൺ ബേസ്ഡ് മോളിക്യൂൾസിനെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയുള്ള നാളുകൾ എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അതെ, ഡെയിലി അത്ഭുതങ്ങളിലേക്കാണ് JWC നമ്മളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കൂട്ടുകാരായിട്ട് പങ്കുവച്ചേരും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.